ജാതി പൂത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇതുണ്ട്, പൂവാ അത്. ഈ സാധനം പൊളിക്കുക, പൊളിച്ചിട്ട് ഇത് വെള്ള നിറമാണെങ്കിൽ ആണ. ഇത് 1 വർഷം പ്രായ തൈയാണ്. ഇത് നമ്മൾ 50 രൂപയ്ക്കായി കൊടുക്കുന്നത്. ഞങ്ങളുടെ തന്നെ അസൽ നാടൻ തെങ്ങ. കയ്പുള്ള സാധനങ്ങൾ തിന്നാൽ ഇത് തിന്നു കഴിഞ്ഞാൽ മധുരമായിട്ട് തോന്നും. അത് മാജിക് ഫ്രൂട്ട് എന്ന് പറയാം. ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ചില ആൾക്കാർ ഇതിൻ്റെ ഫ്രൂട്ട് ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു മരം കൂടെ ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ലാഭമുള്ളത് ഇപ്പം ജാതി കൃഷി തന്നെ. വേറെ ഒന്നിനും പോകണ്ട. നമുക്കൊരു 10 മരം ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപ ഒരു വർഷം ഉണ്ടാക്കാൻ കഴിയും. എൻ്റെ പേര് ജേക്കബ് എബ്രഹാം എന്നാണ്. വീട്ടിൽ വിളിക്കുന്ന പേര് ബെന്നി എന്നാണ്. ഞങ്ങളെ കുടുംബത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇപ്പോഴത്തെ കേരള ബാങ്കിൻ്റെ ആലപ്പുഴ ഓഫീസിലായിരുന്നു ജോലി. അവിടുന്ന് റിട്ടയർ ചെയ്ത ശേഷം പ്രധാനമായും കൃഷിയിലോട്ട് താല്പര്യമുള്ളതുകൊണ്ട് അങ്ങനെ തന്നെ വന്നു. മിനി നഴ്സറി പോലെ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളുടെ തന്നെ തെങ്ങിൻ തൈ, ജാതി തൈ, മാംഗുസ്റ്റിന് ഇങ്ങനെയുള്ള ഇതിൻ്റെ സെയിൽസ് ഉണ്ട്. എല്ലാം ഇവിടുത്തെ തന്നെ പ്രോഡക്റ്റാണ്. 25 മൂട് മാംഗുസ്റ്റിനുണ്ട്. അതിൽ 10 ശരിക്കും ഉണ്ടാകുന്നുണ്ട്. 3-4 മൂട് ജാതിയുണ്ട്. അത് നിറച്ച് കായ്ക്കുകയാണ്. 60-70 മൂട് കായ്ക്കുന്ന കമുകുണ്ട്. അപ്പോൾ അതിന് 10-15,000 രൂപ ഒരു വർഷം എനിക്ക് കിട്ടുന്നുണ്ട്. മാംഗസ്റ്റിൻ തന്നെ ഒരുമിച്ച് ഒരു മരത്തോടങ്ങ് പോവുകയാണ്. ഒരു മരം പോവുകയാണെങ്കിൽ ചിലപ്പോൾ 5,000 രൂപയ്ക്ക് ഒരു മരത്തിന് കിട്ടും. പക്ഷേ ഇപ്രാവശ്യത്തെല്ലാം പൊഴിഞ്ഞ്, ചൂട് കൊണ്ടൊന്നും കിട്ടിയില്ലെല്ലാം പൊഴിഞ്ഞു പോയി. എങ്കിലും കുഴപ്പമില്ല. പക്ഷേ മരങ്ങളൊന്നും ഉണങ്ങിപ്പോയില്ല. ഞങ്ങൾ ദിവസം ഇറിഗേഷനുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇപ്രാവശ്യം മാംഗസ്റ്റിനൊക്കെ രക്ഷപ്പെട്ടത്. ഈ മരം എന്ന് പറയുന്നത് 30-40 വർഷം പഴക്കമുള്ള ഒരു മരമാണ്. ഈ മരത്തിൻ്റെ തൈയിൽ നിന്നാണ് ഞാൻ വിത്ത് എടുക്കുന്നത്. 7-ാം വർഷം ഇത് കായ്ക്കത്തുള്ളൂ. 7 years എടുക്കും ശരിക്കും വളം ചെയ്യണം. അല്ലെങ്കിൽ 8 വർഷം എടുക്കും. 1 വർഷം 2 വർഷം പ്രായമൊക്കെ നമ്മൾ 50 രൂപയ്ക്ക് നമ്മൾ തൈ കൊടുക്കുന്നത്. ഇതൊക്കെ നഴ്സറി പോവുകയാണെങ്കിൽ 300, 400, 500 രൂപയാവും. വളരെ നമുക്ക് അത് പൈസ വരുന്നവർക്കെല്ലാം ഇല്ലാത്തവർക്കെല്ലാം ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ വരുന്നവരെല്ലാം കൊണ്ടുപോകും. ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 150-175 വർഷമാണ് ഇതിൻ്റെ ലൈഫ് സ്പാൻ. അത്രയും നാളെ നമുക്ക് ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എപ്പോഴും വെള്ളം വേണം. വെള്ളം ഇങ്ങനെ ഇറിഗേഷൻ പിന്നെ ട്യൂബെല്ലാം ഇട്ടേക്കുക. പ്രത്യേക കണക്ഷൻസ് പിന്നെ ഇറിഗേഷൻ്റെ കണക്ഷൻ ഉള്ളതുകൊണ്ട് അങ്ങനെ ഇട്ടത് വളർത്തിക്കൊണ്ട് പോവുക. ഇത് 1 വർഷം പ്രായ തൈയാണ്. ഇത് നമ്മൾ 50 രൂപയ്ക്കായി കൊടുക്കുന്നത്. ഇതാണ് 8 വർഷം ആയെങ്കിൽ ഇത് കായ്ക്കത്തുള്ളൂ. അത്രയും അതിൻ്റെ എഫേർട്ട് എല്ലാ ദിവസവും വെള്ളം ഒഴിക്കേണ്ടി വരും. ഇത് പിന്നെ കൊണ്ട് നടുമ്പോൾ ഇതിൻ്റെ വലിയ പാക്കറ്റ് നടണം. അപ്പോൾ ഇത് ചെറിയ പാക്കറ്റ് ഒരു 3 അടി ഹൈറ്റ് ആയെങ്കിൽ എന്നിട്ട് പ്ലാന്റ് ചെയ്യാൻ പറ്റൂ. ഇങ്ങനെ വെച്ചാൽ ശരിയാകും. വലിയ തെങ്ങിൻ തൈ നടുന്ന പോലെ ഒന്നും നടണ്ട. ഇതേ ഷേപ്പിൽ തന്നെ ഈ പാക്കറ്റ് ഈ ഭൂമിക്കടിയിലോട്ട് പോകണം. ആ രീതിയിലുള്ള ടൈറ്റായിട്ടുള്ള കുഴി തന്നെ മതി. വലിയ പിന്നെ 1 അടി തെങ്ങിൻ തൈ ഒരു 2 അടി 3 അടി കുഴിയൊന്നും വേണ്ട. റൂട്ട് സിസ്റ്റം താപ്പോട്ടാണ് പോകുന്നത്. നല്ല അങ്ങനെയുള്ള ചെടിയായത്. അപ്പം ഈ ഷേപ്പിൽ തന്നെ കുഴിയെടുത്ത് അതിനെ ശരിക്കും താത്തും പിന്നെ ചവറിട്ട് മൂടിയാൽ പിന്നെ അത് ഒരു വർഷം കഴിയുമ്പം തടമൊക്കെ എടുത്ത് ഇത് നടുമ്പം ഇത് ഇങ്ങനെ നട്ടാച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ 2 പടിയും ചാണകം ഇട്ട് വെട്ടിക്കൂട്ടി വളം ഇടണം. പിന്നെ മാർച്ച് ഏപ്രിലാകുമ്പം വെള്ളം ഒഴിക്കണം. അതായത് എൻ്റെ പണി. അറുപത് 70 വർഷം പ്രായ ജാതി മരമാണ്. 70 വർഷമായി. കാ നിറഞ്ഞത് കമ്പൊടിഞ്ഞു പോകും. അതിന് താങ്ങ് കൊടുത്തേക്കുക. അതുപോലെ ഇതെല്ലാം ഉണ്ടാകുന്നത്. വെള്ളം വേണം. പിന്നെ ഇതിൻ്റെ തോട് തന്നെയാണ് ഇതിൻ്റെ വളം. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ലാഭമുള്ളത് ഇപ്പം ജാതി കൃഷി തന്നെ. വേറെ ഒന്നിനും പോകണ്ട. നമുക്കൊരു 10 മരം ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപ ഒരു വർഷം ഉണ്ടാക്കാൻ കഴിയും. എല്ലാ മാസവും ഇതൊക്കെ കായുണ്ട്. ആ ടൈപ്പ് നാടനാണ്. ബഡ് ചെയ്തത് അല്ലിത്. പിന്നെ മാർക്കറ്റിംഗ് ഒരു വിഷമവും ഇല്ല. ഇതിൻ്റെ ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പൊക്കോളും. ഇപ്പോൾ ഇന്ന് വിളിച്ച് പറയാമെങ്കിൽ നാളെ വന്ന് എടുത്തുകൊണ്ട് പൊക്കോളും. രാവിലെ ഇങ്ങനെ പറക്കണമെന്നുള്ളതാണ് എൻ്റെ. അതുകൊണ്ട് ഇതാണ് എക്സസൈസ്. ഞാൻ പറഞ്ഞില്ല ജിമ്മിൽ പോകണ്ട,
ഇങ്ങനെയുള്ള ജോലി 1 മണിക്കൂർ ചെയ്യാമെങ്കിൽ പൈസ കിട്ടുകയും ചെയ്യും, നമ്മുടെ ആരോഗ്യം കുനിയുന്നതിനും പിടിക്കുന്നതിനും ഒരു വിഷമവുമില്ല, കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും, പിന്നെ മനസ്സിനൊരു സന്തോഷമുണ്ട്. ഇത് 25-30 വർഷം പഴക്കമുള്ള ജാതിയാണ്. അപ്പോൾ ഇത് ചെയ്തേക്കുന്ന ഇത് മുഴുവൻ ആറ്റിലെ മണ്ണാണ്. എക്കൽ മണ്ണ് കൂട്ടിയിട്ട് കരിയിലയും പിന്നെ ഈ ജാതിക്കത്തോടും എല്ലാം കൂടി, അല്ല പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യുന്നില്ല, എപ്പോഴും ഈർപ്പം നിൽക്കുക. അപ്പോൾ ഇതിന് ഏത് സമയം നോക്കിയാലും കായുണ്ട്, എപ്പം നോക്കിയാലും കായ കിട്ടും. ഇപ്പോൾ ഇന്ന് കിട്ടിയതാണ്, ഇന്ന് 25 കാ കിട്ടി. അതിൻ്റെ തൈ ഇതിനാണ് 1 കിലോയ്ക്ക് 1200 രൂപ വിലയുണ്ട്. അത് ഫ്ലവർ ഈ ടൈപ്പ് തന്നെ എല്ലാം ആ ചുവന്ന ക്വാളിറ്റി തന്നെ ഉണക്കിയെടുത്തതാണ്. ഇങ്ങനെ എടുത്തെങ്കിലേ അതിന് വില കിട്ടത്തുള്ളൂ. അതാണ്ട് ജാതി പൂത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇതുണ്ട്, പൂവാണ് അത്. ഇത് നമ്മൾ ഈ സാധനം പൊളിക്കുക, പൊളിച്ചിട്ട് ഇത് വെള്ള നിറമാണെങ്കിൽ അത് ആണാണ്, പച്ച നിറം തന്നെ ഇതിനെ കാണും. ഇതിനകത്ത് ഇത് പച്ചയാണെങ്കിൽ അത് പെണ്ണാണ്. അപ്പം വെള്ളയേരി ആണെങ്കിൽ ഇതിന് നിർത്തിയിട്ട് കാര്യമില്ല, വെട്ടിക്കളയുക. ബഡ് തൈ നമ്മൾ മേടിക്കുകയാണെങ്കിൽ ബഡ് തൈ 3-ാം വർഷം കായ്ക്കും. പക്ഷേ ആദ്യത്തെ വർഷം ഉണ്ടാകുന്ന പിന്നെ 5 കാ 10 കാ, ഒരു 5 വർഷം ആയാലും ഒരു 20-25 കായ്ക്കുള്ള ഉണ്ടാകത്തില്ല. പക്ഷേ നേരെ മറിച്ച് അത് ഉണ്ടാകുന്നുള്ള സൂക്ഷ്മമാണ്. പക്ഷേ പിന്നെ നാടൻ തൈ ആണെങ്കിൽ പിന്നെ പെണ്ണാണെങ്കിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു 10 വർഷം ആകുമ്പം 5000 കാ കിട്ടും. ആ സ്ഥാനത്ത് ഇവിടെ ഒരു 25-40 കായ്ക്കുള്ള ഇത് കിട്ടത്തില്ല. പക്ഷേ ഇപ്പോൾ എല്ലാവരും ബഡ് തൈ വെക്കുന്നത്, അപ്പോൾ അതിന് ചാൻസ് കൊടുക്കണ്ട. ബഡ് തൈ വെക്കുന്നത് തന്നെ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന എല്ലാവരും അത് തന്നെയാണ്. ഇതാ കുള്ളം തൈ എന്ന് പറയുന്നത്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ അതറിയുന്ന എൻ്റെ മെയിൻ ലീഫ് കണ്ടോ, ഇപ്പോഴേ അതിൻ്റെ ഇല വിരിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് കായ്ക്കെന്ന് പറയുന്നത്. നാടനാണെങ്കിൽ ഇങ്ങനെ വരത്തില്ല, ഇങ്ങനെ പാള പോലെ പോകും. ഇതൊക്കെ വെക്കുകയാണെങ്കിൽ സൂക്ഷം 3-ാം വർഷത്തെ തൈ കായ്ക്കും. കണ്ട് ഇതെല്ലാം ഇത് നല്ല തൈയാണ്. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ സിംറ്റം. ഇല വിരിഞ്ഞു കഴിഞ്ഞു. 1 വർഷമായപ്പോൾ, ഇതിപ്പോൾ 1 വർഷമായ തൈയാണ്. 1 വർഷമായപ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ ഷേപ്പ് മാറിക്കഴിഞ്ഞു. ഇത് എല്ലാം തെങ്ങുന്ന എല്ലാം 100 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഞങ്ങളുടെ തന്നെ നാടൻ ഇവിടെ എല്ലാം നാടൻ തൈയാണ്. നാടൻ തെങ്ങ അതിൻ്റെ തൈയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അല്ല അതിൻ്റെ തൈയാണ്. നാടിൻ്റെ തെങ്ങ് തൈയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ലൈഫ് സ്പാൻ 70 വർഷമാണ്. ഇത് മാക്സിമം 20 വർഷം ആകുമ്പോഴത്തേക്ക് ഇത് പോകും, അത്രേ ഉള്ളൂ. പക്ഷേ കരിക്ക് ഇഷ്ടം പോലെ കുടിക്കുക, ആരുടെ ആവശ്യമില്ല. ജോലിക്കാരുടെ നമുക്ക് തന്നെ കൊല വെട്ടി നമുക്ക് തന്നെ കരിക്ക് കുടിക്കും. ഗൗളിപാത്രം എന്ന് പറയുന്നത് ഇതൊക്കെ 5-ാം വർഷം കായ്ച്ച തെങ്ങ. ഗൗളിപാത്രത്തിൻ്റെ പാകുമ്പോൾ തരം തിരിഞ്ഞ് പച്ചയായിട്ട് വരും. മഞ്ഞയാണ് പാകുന്നത്, പക്ഷേ പച്ചയായിട്ട് വരും. അത് ഈ തൈയാണ് ഏറ്റവും ബെസ്റ്റ്. ഇത് സാറിന് കിട്ടത്തില്ല. ഞങ്ങളുടെ തന്നെ അസൽ നാടൻ തെങ്ങ നട്ടിട്ട് 1 വർഷമായി. കായ്ക്കണമെങ്കിൽ 8 വർഷം എടുക്കും. 7 to 8 years എടുക്കും. ബെസ്റ്റ് തെങ്ങയാണ്. നമുക്ക് അരയ്ക്കാനും കൊപ്ര കെട്ടാനും വെളിച്ചെണ്ണയൊക്കെ ഇഷ്ടം പോലെ കിട്ടും. എന്നെ അറിയാവുന്ന ആൾക്കാരെല്ലാം ഇവിടെ വന്നേ മേടിക്കത്തുള്ളൂ, വേറെ എങ്ങും പോകത്തില്ല, നഴ്സറിയിലെങ്ങും പോകത്തില്ല. ഇതെല്ലാം നമ്മൾ 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇത് തേൻ വരിക്കയാണ്. നിറച്ച് ഒരു പ്രാവശ്യം ഒരു 500 ചക്കെങ്കിലും മിനിമം ഉണ്ടാവും. അതെല്ലാം പാണ്ടിക്കാർ വന്ന് ഇട്ടുകൊണ്ട് പോകുന്നത്. ഇത് തന്നെ ഒരു വരുമാനമാണ്. 1000 രൂപയുടെ ചക്ക വിൽക്കുക. നമ്മളൊന്നും അറിയണ്ട, അവർ റെഡി ക്യാഷ് കൊണ്ട് തരും. കയ്പുള്ള സാധനങ്ങൾ തിന്നാൽ ഇത് തിന്നു കഴിഞ്ഞാൽ മധുരമായിട്ട് തോന്നും. അത് മാജിക് ഫ്രൂട്ട് എന്ന് പറയുന്നത്. സാധാരണ കൃഷ്ണ തുളസി അല്ല, ഇത് കാട്ടു തുളസി എന്ന് പറയും. ഇത് വളരെ നല്ല ആൾക്കാരൊക്കെ വന്ന് ഇതിൻ്റെ ഇല പറിച്ചുകൊണ്ട് പോകും. ഇത് സാറിന് കിട്ടാൻ വിഷമമാണ്. കാട്ടു തുളസി എല്ലായിടത്തും കൃഷ്ണ തുളസി ഉണ്ട്, കാട്ടു തുളസി വളരെ കുറവാണ് എല്ലായിടത്തും ഉള്ളത്. എനിക്കൊരാളൊരു തൈ തന്നതാണ്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ചില ആൾക്കാർ ഇതിൻ്റെ ഫ്രൂട്ട് ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു മരം കൂടെ ഉണ്ട്. ഞാൻ 10-15 തൈ ഉണ്ടാക്കി വെച്ചേക്കും. വിൽക്കാനൊന്നുമല്ല, ജസ്റ്റ് ഒരു
രസത്തിന് വേണ്ടി കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷേ 4-ാം വർഷം കായ്ക്കും. ഒരു മരത്തേൽ ഒരു 5 ആത്തക്കായ കൂടെ ഉണ്ടാകത്തില്ല. നല്ല പൊളിയും നല്ല മധുരമാണ്. ഒരു കീമയ്ക്ക് വരെ ഈ ഒരു ആത്തക്കായ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയുമല്ലോ, എനിക്ക് വിശ്വാസമില്ല. ആ ആത്തക്കായ്ക്ക് ചിലപ്പോൾ ആൾക്കാർ ഇവിടെ വരും. ഇവിടെ ഇതെല്ലാം ഉണ്ടെന്നറിയാം. എല്ലാ ആൾക്കാരും ഇവിടെ വരും. ആ ആത്ത വേണോ, ആ ആത്തയുടെ തൈ വേണോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരും. ഇതൊരു 70-80 വർഷം പഴക്കമുള്ള എൻ്റെ ഫാദറൊക്കെ ഉപയോഗിച്ച്, ഞങ്ങൾക്ക് കണ്ടം കൃഷി ഉണ്ടായിരുന്നു. മാലക്കര കണ്ടത്തിൽ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതെല്ലാം കൃഷിയൊക്കെ നിർത്തിയപ്പോൾ ഞാനത് അവിടെ നിങ്ങൾ കൊണ്ടുപോകുന്നുള്ളത്. ഇത് 3 പേര് കൂടി ചവിട്ടുന്ന ചക്രമാണ്. സാധാരണ 2 പേരാണ്. ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും വലുത് ഇതാണ്. കാർഷിക കൂട്ടായ്മ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഫാർമേഴ്സ് ക്ലബ്ബുണ്ട്. അങ്ങാടിക്കൽ ഒരു ഫാർമേഴ്സ് ക്ലബ്ബുണ്ട്. ഞാൻ അതിൻ്റെ ട്രഷററായിട്ട് വർക്ക് ചെയ്യുകയാണ്. ടൈം പാസിങ്ങിനും അതുപോലെ തന്നെ കാര്യമായ ഫിനാൻഷ്യൽ ബെനിഫിറ്റും കിട്ടുന്നുണ്ട്. പ്രഷർ ഷുഗറും ഒന്നുമില്ല. രാവിലെ ജാതിക്ക പറക്കാൻ പോവും, പാക്ക് പറക്കാൻ പോവും. അങ്ങനെ തന്നെ 1-1.5 മണിക്കൂർ അയ്യത്ത് ചിലവാകുകയും നമ്മൾ ജിമ്മിൽ പോകുന്നതിനേക്കാളും നല്ലതായിട്ട് എനിക്ക് തോന്നി. ഗവൺമെൻറ്റിന് 4 അവാർഡ് ഇട്ടു. മുനിസിപ്പാലിറ്റിയുടെ അവാർഡ് ഇട്ടിട്ടുണ്ട്, ഫാർമേഴ്സ് ക്ലബിൻ്റെ അവാർഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ മന്ത്രി സഹിച്ചറിയാനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. വിഷ്ണുനാഥ് ഇവിടെ വന്നിട്ടുണ്ട്. വിഷ്ണുനാഥ് എനിക്കൊരു അവാർഡ് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു 6-7 അവാർഡ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പങ്കെടുക്കുകയൊക്കെ ചെയ്യും. ഏത് കൃഷി ഫാർമേഴ്സിൻ്റെ ഏത് പ്രോഗ്രാമിനും ഞാൻ പങ്കെടുക്കും. മാംഗോസിൻ്റെ തൈ വേണമെങ്കിൽ 1 വർഷം പ്രായമുള്ളത് ഇപ്പോൾ ഉള്ളൂ. ബാക്കിയെല്ലാം എൻ്റെ നിന്ന് പോയി. ഞാൻ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അതേ വിളിച്ചാൽ മതി. ഇവിടെ വന്ന് കൊച്ചു പാക്കറ്റിനകത്ത് വെച്ചിട്ടുണ്ടത്. ഞങ്ങളുടെ തന്നെ തെങ്ങിൻ തൈ ഉണ്ട്. ഞങ്ങളുടെ തന്നെ ഇവിടുത്തെ 10-60-70 വർഷം പ്രായമായ തെങ്ങിൽ നിന്ന് എടുക്കുക തെങ്ങിൻ തൈ ഉണ്ട്. അങ്ങനെയൊക്കെ 3 വെറൈറ്റി തെങ്ങിൻ തൈ ഉണ്ട്. അതിനൊക്കെ എല്ലാം നോമിനൽ പ്രൈസേ ഉള്ളൂ. എല്ലാം 100 രൂപയ്ക്ക് ഞങ്ങൾ കൊടുക്കുന്നത്. ചെങ്ങന്നൂർ അങ്ങാടിക്കൽ പുത്തങ്കാട് ക്ഷേത്രത്തിനടുത്താണ് ഈ വീട്. വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസിലോട്ട് പോകുന്ന ഒരു റൂട്ടുണ്ട്, കോലാമുക്കൻ റൂട്ടെന്ന് പറയും. അവിടെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ആക്ച്വലി കൃഷി എനിക്ക് ലാഭമാണെന്ന് എനിക്ക് പറയാം, ധൈര്യമായിട്ട് പറയാം. ഇങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്.